ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. ഈ ആഴ്ചയിലെ സിനിമാ വിശേഷത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഈ ആഴ്ച പ്രധാനമായും 4 സിനിമകളാണ് റിലീസായിരിക്കുന്നത്. അതിലൊന്നാമത്തേത് ആശകൾ ആയിരമാണ്, രണ്ടാമത്തേത് ആശാനാണ്, മൂന്നാമത്തെ പടം അനോമിയാണ്, നാലാമത്തെ പടം എന്ന് പറയുന്നത് ശുക്രനാണ്. ഫെബ്രുവരി 6, 2026 തിയേറ്ററുകളിലെത്തിയ ആശകൾ 1000 എന്ന ചിത്രത്തെക്കുറിച്ചുള്ള വിശദമായ റിവ്യൂ ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ജയറാമും കാളിദാസ് ജയറാമും 22 വർഷങ്ങൾക്ക് ശേഷം അച്ഛനും മകനുമായി വീണ്ടും ഒന്നിക്കുന്നു എന്ന ഒരു പ്രത്യേകതയോടെയാണ് ഈ ചിത്രം എത്തിയത്. ഒരു സാധാരണ ഇടത്തരക്കാരനായ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ഹരിഹരൻ്റെയും ആ വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത് ജയറാമാണ്. സിനിമയിൽ നടനാകാനായിട്ട് മോഹിച്ച് നടക്കുന്ന മകൻ അജീഷിൻ്റെയും കാളിദാസാണ് ആ വേഷം ചെയ്തിരിക്കുന്നത്. അവരുടെ കഥയാണിത്. മകൻ ഒരു സ്ഥിര വരുമാനമുള്ള ജോലിക്ക് പോകണമെന്ന് അച്ഛൻ ആഗ്രഹിക്കുമ്പോൾ സിനിമയാണ് തൻ്റെ ലോകമെന്ന് അജീഷ് ഉറച്ചു വിശ്വസിക്കുന്നു. ഇവരുടെ ഇടയിലുള്ള സംഘർഷങ്ങളും പിന്നീട് ഹരിഹരൻ്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന മാറ്റങ്ങളും അത് ആ കുടുംബത്തിൻ്റെ ചലനാത്മകതയെ എങ്ങനെ ബാധിക്കുന്നു എന്നതുമാണ് സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത്. ജയറാമിൻ്റെ പ്രകടനം നോക്കുവാണെങ്കിൽ പഴയ വിൻറ്റേജ് ജയറാമിനെ ഈ ചിത്രത്തിൽ തിരികെ കാണാം എന്നുള്ളതാണ് ഒരു പ്രത്യേകത. തമാശയും ഗൗരവവും വൈകാരിക നിമിഷങ്ങളും അദ്ദേഹം വളരെ സ്വാഭാവികമായി കൈകാര്യം ചെയ്തിരിക്കുന്നു. ഒരു സാധാരണ അച്ഛൻ്റെ നിസ്സഹായതയും സ്നേഹവും ഹരിഹരനിലൂടെ അദ്ദേഹം മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. കാളിദാസ് ജയറാമിൻ്റെ അഭിനയ പ്രകടനം നോക്കുവാണെങ്കിൽ അജീഷ് എന്ന കഥാപാത്രമായി കാളിദാസ് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. പ്രത്യേകിച്ച് ക്ലൈമാക്സ് രംഗങ്ങളിലെ വൈകാരികമായ പ്രകടനം വളരെ ശ്രദ്ധേയമായി. ആശാ ശരത്തിൻ്റെ അഭിനയം നോക്കുവാണെങ്കിൽ പറയാനൊന്നുമില്ല. അച്ഛൻ്റെയും മകൻ്റെയും ഇടയിൽ കുടുംബത്തെ ചേർത്തു നിർത്തുന്ന ആ അമ്മവേഷം അവർ പക്വതയോടെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഷറഫുദ്ദീൻ്റെ പ്രകടനം നോക്കുവാണെങ്കിൽ സുമിത് രാഘവൻ എന്ന സൂപ്പർ താരമായി എത്തിയ ഷറഫുദ്ദീൻ്റെ പ്രകടനം ചിത്രത്തിൻ്റെ മറ്റൊരു ഹൈലൈറ്റാണ്. ഈഗോയുള്ള ഈ കഥാപാത്രം അദ്ദേഹം തൻ്റെ തനതായ ശൈലിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. സംവിധാനവും തിരക്കഥയും നമുക്ക് നോക്കാം. ഒരു വടക്കൻ സെൽഫിക്ക് ശേഷം ശ്രീ പ്രജിത്ത് സംവിധാനം ചെയ്ത ചിത്രമാണിത്. അരവിന്ദ് രാജേന്ദ്രനും ജൂഡ് ആൻ്റണി ജോസഫും ചേർന്നാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. സിനിമാ മോഹികളെയും കുടുംബ ബന്ധങ്ങളെയും കേന്ദ്രീകരിച്ചുള്ള ലളിതമായ കഥ പറച്ചിലായതിനാൽ കുടുംബ പ്രേക്ഷകർക്ക് ചിത്രം എളുപ്പത്തിൽ സ്വീകാര്യമാകും എന്നുള്ളതാണ്. എങ്കിലും രണ്ടാം പകുതിയിലെ ചില രംഗങ്ങൾ പ്രവചനീയമാണെന്നത് ഒരു ചെറിയ പോരായ്മയാണ്. സാങ്കേതിക വശങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ സംഗീതം സനൽ ദേവിൻ്റെ സംഗീതമാണ്. ചിത്രത്തിൻ്റെ ഒരു മൂഡിന് അനുയോജ്യമായാണ് അത് ചെയ്തിരിക്കുന്നത്. പഴയ ജയറാം പാട്ടുകളുടെ റെഫറൻസുകളും പശ്ചാത്തല സംഗീതവും ഗൃഹാതുരത്വം ഉണർത്തുന്നവയാണ്. സ്വരൂപ് ഫിലിപ്പിൻ്റെ ഛായാഗ്രഹണമാണ്. അദ്ദേഹത്തിൻ്റെ ദൃശ്യങ്ങൾ ഒക്കെ ചിത്രത്തിന് ഒരു ഫ്രഷ് ലുക്ക് നൽകുന്നുണ്ട്. ഷഫീഖ് ബീബിയുടെ എഡിറ്റിംഗ് ആണ്. അത് ചിത്രത്തിന് മിതമായ വേഗത തന്നെ നൽകുന്നുണ്ട്. ചിത്രത്തിൽ മൊത്തത്തിലൊരു വിലയിരുത്തൽ നോക്കുവാണെങ്കിൽ അഭിനയം വളരെ മികച്ചതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. തിരക്കഥ ഒരു ശരാശരിയാണ്. സംവിധാനത്തിൻ്റെ കാര്യത്തിൽ ഒരു നിലവാരമൊക്കെ പുലർത്തുന്നുണ്ട്. എൻ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗത്ത് നോക്കുവാണെങ്കിൽ ഒരു നല്ല ഒരു എൻ്റർടൈൻമെൻറ്റ് നൽകുന്ന ഒരു ചിത്രമാണിത്. ചുരുക്കത്തിൽ വലിയ ട്വിസ്റ്റുകളോ സങ്കീർണതകളോ ഇല്ലാത്ത കുടുംബത്തോടൊപ്പം കണ്ടിരിക്കാവുന്ന ഒരു നല്ല ഫീൽ ഗുഡ് എൻ്റർടൈനറാണ് ആശകൾ 1000. ജയറാം കാളിദാസ് കോംബോയുടെ കെമിസ്ട്രിയാണ് ഈ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ആശാൻ എന്ന ചിത്രത്തിൻ്റെ റിവ്യൂ ആണ്. ജോൺ പോൾ ജോർജ് സംവിധാനം ചെയ്ത് ഫെബ്രുവരി 5 ഈ ഒരു ചിത്രം റിലീസായിരിക്കുന്നത്. അതിൻ്റെ ഒരു റിവ്യൂ നമുക്ക് നോക്കാം. സിനിമയെ സ്നേഹിക്കുന്ന, സിനിമയ്ക്കായി ദാഹിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ സ്വപ്നങ്ങളെയും പോരാട്ടങ്ങളെയും അടയാളപ്പെടുത്തുന്ന ഒരു വൈകാരിക ചലച്ചിത്രമാണ് ആശാൻ. സിനിമയിൽ ഒരു ബ്രേക്ക് പ്രതീക്ഷിച്ച് നടക്കുന്ന വിഷ്വൽ എഫക്ട്സ് ടെക്നീഷ്യനായ അനന്തരാമനും സിനിമയിൽ അഭിനയിക്കാൻ അതിയായി ആഗ്രഹിക്കുന്ന ആശാൻ എന്നറിയപ്പെടുന്ന ഒരു വയോധികൻ്റെയും കഥയാണ് ഇതിനകത്ത് പറയുന്നത്. അതിനകത്ത് ജോമോൻ ജ്യോതിറാണ് അനന്തരാമൻ്റെ വേഷം ചെയ്തിരിക്കുന്നത്. ഇന്ദ്രൻസാണ് ഇതിൻ്റെ വയോധികൻ്റെ വേഷം ചെയ്തിരിക്കുന്നത്. ഇവരാണ് ഈ കഥയിലെ കേന്ദ്രബിന്ദുക്കൾ. ഒരു വലിയ സിനിമയുടെ ഷൂട്ടിങ്ങിനായി ഒരു അപ്പാർട്ട്മെൻറ്റ് ലൊക്കേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിലൂടെ അനന്തൻ ആ സിനിമയുടെ അസിസ്റ്റൻ്റ് ഡയറക്ടറായി മാറുന്നു.
ആ ഫ്ലാറ്റിൻ്റെ പ്രസിഡൻ്റായ ആശാന് സിനിമയിൽ ഒരു വേഷം നൽകാമെന്ന വാഗ്ദാനത്തിലാണ് അനന്തൻ ആ ഒരു ലൊക്കേഷൻ തരപ്പെടുത്തുന്നത്. എന്നാൽ ഷൂട്ടിംഗ് പുരോഗമിക്കുമ്പോൾ സിനിമാ ലോകത്തെ യാഥാർത്ഥ്യങ്ങളും ഈഗോകളും ഇവരുടെ സ്വപ്നങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നതാണ് സിനിമയുടെ സാരം, അല്ലെങ്കിൽ സിനിമയുടെ തീം എന്ന് പറയുന്നത്. ഇന്ദ്രൻസിൻ്റെ പ്രകടനം നോക്കുവാണെങ്കിൽ സിനിമയുടെ ആത്മാവ് ഇന്ദ്രൻസാണ്. നിഷ്കളങ്കനായ സിനിമാ പ്രേമിയായും ഒരു വേഷത്തിനായി കാത്തിരിക്കുന്ന നടനായും അദ്ദേഹം തകർപ്പൻ പ്രകടനം തന്നെ കാഴ്ചവെക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കരിയറിലെ മികച്ച വേഷങ്ങളിൽ ഒന്നായി ഇതിനെ കാണാം. ജോമോൻ ജ്യോതിറിൻ്റെ പ്രകടനം നോക്കുവാണെങ്കിൽ സാധാരണഗതിയിൽ കോമഡി വേഷങ്ങളിൽ കാണാറുള്ള ജോമോൻ വളരെ ഗൗരവമുള്ളതും പക്വതയാർന്നതുമായ പ്രകടനമാണ് ഇതിൽ നടത്തിയിരിക്കുന്നത്. ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറുടെ പിരിമുറുക്കങ്ങൾ അദ്ദേഹം തന്മയത്വത്തോടെ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ശോഭി തിലകൻ്റെ പ്രകടനമാണ് മറ്റൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം. ദേശീയക്കാരനായ കടക്കണിയിലായ സിനിമാ സംവിധായകനായി ശോഭി തിലകൻ നന്നായിട്ട് തിളങ്ങിയിട്ടുണ്ട്. തൻ്റെ പിതാവ് തിലകനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ശബ്ദഗാംഭീര്യവും പ്രകടനവും അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിന് കരുത്തു നൽകിയിട്ടുണ്ട്. സാങ്കേതിക വശങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ സംവിധാനം ജോൺ പോൾ ജോർജാണ്. തൻ്റെ മുൻ ചിത്രങ്ങളായ ഗപ്പി, അമ്പിളി എന്നിവയിലേതുപോലെ തന്നെ വൈകാരികമായ മുഹൂർത്തങ്ങൾ ഒരുക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. സിനിമയുടെ പിന്നാമ്പുറത്തെ കാഴ്ചപ്പാടുകൾ കൃത്യമായി അദ്ദേഹം വരച്ചു കാട്ടി. സംഗീതത്തിൻ്റെ കാര്യമെടുക്കുകയാണെങ്കിൽ സംവിധായകൻ തന്നെ സംഗീതം നിർവഹിച്ച ഗാനങ്ങൾ, പ്രത്യേകിച്ച് കുഞ്ഞിക്കാവിൽ മേഘമേ എന്ന ഗാനം വളരെ നന്നായിട്ടുണ്ട്. അത് സിനിമയുടെ മൂഡിനോട് തന്നെ ചേർന്ന് നിൽക്കുകയാണ്. ഛായാഗ്രഹണത്തിൻ്റെ കാര്യമെടുക്കുകയാണെങ്കിൽ വിമൽ ജോസ് ആണ് അത് നിർവഹിച്ചിരിക്കുന്നത്. വിമൽ ജോസ് തച്ചിലിൻ്റെ ക്യാമറ ഒരു അപ്പാർട്ട്മെൻറ്റിനുള്ളിലെ പരിമിതമായ സ്ഥലത്തെ പോലും മനോഹരമായും സർഗാത്മകമായും ദൃശ്യവൽക്കരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പോസിറ്റീവ് വശങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇന്ദ്രൻസിൻ്റെയും ജോമോൻ ജ്യോതിറിൻ്റെയും മികച്ച കെമിസ്ട്രിയും പ്രകടനവുമാണ് എടുത്തു പറയേണ്ട ഒന്ന്. സിനിമയുടെ ഗ്ലാമറിന് പിന്നിലെ കൈപ്പേറിയ സത്യങ്ങൾ തമാശ കലർത്തി അവതരിപ്പിച്ചത് വളരെ നന്നായിട്ടുണ്ട്. ഹൃദ്യമായ സംഗീതവും പശ്ചാത്തല സംഗീതവുമാണ് ഈ ഒരു സിനിമയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നെഗറ്റീവ് വശങ്ങളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ദൈർഘ്യം 160 മിനിറ്റോളം നീളുന്ന സിനിമയാണിത്. ചിലയിടങ്ങളിൽ വലിച്ചു നീട്ടിയതായിട്ട് അനുഭവപ്പെടാം, പ്രത്യേകിച്ച് രണ്ടാം പകുതിയിൽ. മെലോ ഡ്രാമ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ സിനിമ ആദ്യം അല്പം കൂടുതൽ വൈകാരികമാകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഒരു ഫൈനൽ വെർഡിക്റ്റ് എന്ന നിലയിൽ പറയുവാണെങ്കിൽ സിനിമയെയും ഇന്ദ്രൻസ് എന്ന നടനെയും സ്നേഹിക്കുന്നവർക്ക് ഉറപ്പായും കണ്ടിരിക്കാവുന്ന ഒരു ചിത്രമാണ് ആശാൻ. ചില കുറവുകൾ ഉണ്ടെങ്കിലും സ്വപ്നങ്ങൾ കാണുന്ന ഏതൊരാൾക്കും ഈ സിനിമ ഒരു നല്ല അനുഭവമായിരിക്കും. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് അനോമി എന്ന ചിത്രത്തിനെ കുറിച്ചാണ്. വിനായക് ശശികുമാർ രചനയും സംവിധാനവും നിർവഹിച്ച് ഏറെ ചർച്ച ചെയ്യപ്പെട്ട അനോമി എന്ന ചിത്രത്തെക്കുറിച്ചുള്ള വിശദമായ ഒരു അവലോകനമാണ് നമ്മൾ നോക്കുന്നത്. മലയാളം ഇൻഡിപെൻഡൻറ്റ് സിനിമകളിൽ സമീപകാലത്തുണ്ടായ ഏറ്റവും മികച്ച പരീക്ഷണങ്ങളിൽ ഒന്നാണിത്. വ്യക്തിയും സമൂഹവും തമ്മിലുള്ള ബന്ധം തകരുമ്പോൾ ഉണ്ടാകുന്ന അനോമി, അതാണ് സാമൂഹികമായ കെട്ടുറപ്പില്ലായ്മ എന്ന് പറയുന്നത്. ഈ ഒരു അവസ്ഥയെയാണ് ചിത്രം വിശകലനം ചെയ്യുന്നത്. നഗര ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യരുടെ മാനസികാവസ്ഥയും അവർ നേരിടുന്ന അസ്തിത്വപരമായ പ്രതിസന്ധികളുമാണ് സിനിമയുടെ കാതൽ എന്ന് പറയുന്നത്. തിരക്കഥയും സംവിധാനവും നോക്കുവാണെങ്കിൽ വിനായക് ശശികുമാർ എന്ന സംവിധായകൻ തൻ്റെ ആദ്യ ചിത്രത്തിലൂടെ തന്നെ കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാം. ലളിതമായ ഒരു കഥാതന്തുവിനെ സങ്കീർണമായ ദൃശ്യഭാഷയിലൂടെ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. തിരക്കഥയിൽ അനാവശ്യമായ ഡയലോഗുകൾ ഒഴിവാക്കി നിശബ്ദതയ്ക്കും ഭാവങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം തന്നെ അദ്ദേഹം നൽകിയിട്ടുണ്ട്. പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തവർ തങ്ങളുടെ കഥാപാത്രങ്ങളുടെ ആന്തരിക സംഘർഷങ്ങൾ വളരെ പക്വതയോടെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. നാടകീയത ഒട്ടും കലരാത്ത സംഭാഷണ ശൈലി ചിത്രത്തിൻ്റെ റിയലിസ്റ്റിക് സ്വഭാവം നിലനിർത്തുന്നു. ഛായാഗ്രഹണവും സംഗീതവും നോക്കുവാണെങ്കിൽ വിഷ്വൽസ് സിനിമയുടെ മൂഡ് സെറ്റ് ചെയ്യുന്നതിൽ സിനിമറ്റോഗ്രാഫി വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. നഗരത്തിൻ്റെ ശൂന്യതയും ഏകാന്തതയും ദൃശ്യങ്ങളിലൂടെ കൃത്യമായി സംവേദനം ചെയ്യപ്പെടുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ നോക്കുവാണെങ്കിൽ സിനിമയുടെ പേരിനോടും പ്രമേയത്തോടും നീതി പുലർത്തുന്ന പശ്ചാത്തല സംഗീതമാണ് ഇതിലുള്ളത്. ഇത് പ്രേക്ഷകനെ കഥാപരിസരത്തോട് ചേർത്ത് നിർത്തുകയാണ്. പോസിറ്റീവ് വശങ്ങൾ നോക്കുകയാണെങ്കിൽ പുതുമയുള്ള പ്രമേയമാണ്, മികച്ച മേക്കിംഗ് ശൈലിയാണ്, അഭിനയവും വളരെ നന്നായിട്ടുണ്ട്. നെഗറ്റീവ് സൈഡ് നോക്കുവാണെങ്കിൽ സ്ലോ പേസിംഗ്, അതായത് മന്ദഗതിയിലുള്ള ഒരു സഞ്ചാരമാണ്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ചുരുക്കത്തിൽ എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു കൊമേഴ്സ്യൽ മസാല ചിത്രമല്ല അനോമി. എന്നാൽ
സിനിമയെ ഗൗരവമായി കാണുന്നവർക്കും മനുഷ്യ മനസ്സിൻ്റെ വിചിത്രമായ വഴികളെക്കുറിച്ച് ചിന്തിക്കുന്നവർക്കും ഇതൊരു മികച്ച അനുഭവമായിരിക്കും. മലയാളം സിനിമയിലെ പരീക്ഷണ ചിത്രങ്ങളുടെ ഗണത്തിൽ ഇതിന് വലിയ സ്ഥാനമുണ്ട്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഫെബ്രുവരി 6 തന്നെ പുറത്തിറങ്ങിയ ശുക്രൻ എന്ന മലയാളം സിനിമയെക്കുറിച്ചുള്ള വിശദമായ റിവ്യൂ ആണ്. ബിബിൻ ജോർജ്, ഷൈം ടോം ചാക്കോ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഉബൈനി സംവിധാനം ചെയ്ത ഈ ഒരു ചിത്രം ഒരു ക്ലീൻ ഫാമിലി എൻ്റർടൈനറാണ്. 3 സുഹൃത്തുക്കളുടെ ആത്മബന്ധത്തിൻ്റെയും അവർക്കിടയിൽ ഉണ്ടാകുന്ന അപ്രതീക്ഷിത സംഭവങ്ങളുടെയും കഥയാണ് ശുക്രൻ. ഒരു റൊമാൻറ്റിക് കോമഡി ത്രില്ലർ ഗണത്തിൽ പെടുത്താവുന്ന ഈ ചിത്രം ഗൗരവകരമായ കാര്യങ്ങൾ പോലും ഹാസ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. സ്കൂൾ കാലം മുതൽ ഒന്നിച്ചു വളർന്ന നന്ദു, അത് കൈകാര്യം ചെയ്തിരിക്കുന്നത് ബിബിൻ ജോർജാണ്. അരുൺ എന്ന കഥാപാത്രം ചന്തുനാഥാണ് ചെയ്തിരിക്കുന്നത്. മണവാളൻ എന്ന മനോജ് എന്നീ 3 സുഹൃത്തുക്കളിലൂടെയാണ് സിനിമ സഞ്ചരിക്കുന്നത്. ജാതകവശാൽ എല്ലായിടത്തും പഴി കേൾക്കേണ്ടി വരുന്ന നന്ദുവിൻ്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി കടന്നു വരുന്ന ചില പ്രതിസന്ധികളും അത് എങ്ങനെ അവരുടെ സൗഹൃദത്തെയും ജീവിതത്തെയും ബാധിക്കുന്നു എന്നതുമാണ് ഇതിവൃത്തം. ഒരു മർഡർ മിസ്റ്ററിയുടെ ഛായയുള്ള രണ്ടാം പകുതി ചിത്രത്തെ ത്രില്ലർ മൂഡിലേക്ക് മാറ്റുകയാണ്. ബിബിൻ ജോർജ്, ചന്തുനാഥിൻ്റെ പ്രകടനം നോക്കുവാണെങ്കിൽ സിനിമയുടെ ജീവൻ ഈ കോംബോയാണ്. വളരെ സ്വാഭാവികമായ അഭിനയത്തിലൂടെ ബിബിൻ നന്ദുവിനെ സ്ക്രീനിലെത്തിച്ചു. ചന്തുനാഥുമായുള്ള കെമിസ്ട്രി മികച്ചതായിരുന്നു. ഷൈം ടോം ചാക്കോയുടെ പ്രകടനം നോക്കുവാണെങ്കിൽ പോലീസ് വേഷത്തിലെത്തുന്ന ഷൈനിൻ്റെ കോമഡി ടൈമിങ് വളരെ ശ്രദ്ധേയമാണ്. തൻ്റെ സ്ഥിരം മാനറിസങ്ങളിൽ നിന്ന് അല്പം മാറി ചിരിപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. കോട്ടയം നസീർ, ആശാൻ എന്ന ലോറി ഡ്രൈവർ കഥാപാത്രമായി സിനിമയിൽ വൈകാരികമായ മുഹൂർത്തങ്ങളാണ് സമ്മാനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിനയം പ്രേക്ഷകരുടെ കണ്ണു നിറയിക്കുന്ന ഒന്നായിരുന്നു എന്ന് വേണം പറയാൻ. മറ്റു താരങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ അസീസ് നെടുമങ്ങാടിൻ്റെ മാസ് അവതാറും നായികയായി എത്തിയ ആദിയ പ്രസാദും തങ്ങളുടെ വേഷങ്ങൾ ഗംഭീരമാക്കി. സംവിധാനവും തിരക്കഥയും നോക്കുവാണെങ്കിൽ രാഹുൽ കല്യാണിൻ്റെ തിരക്കഥയ്ക്ക് ഉബൈനി നൽകിയ ദൃശ്യാവിഷ്കാരം പുതുമയുള്ളതാണ്. പഴയകാല ഫാമിലി സിനിമകളുടെ ഒരു ടച്ച് ഉണ്ടെങ്കിലും പുതിയ കാലത്തെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. തമാശകളും സസ്പെൻസും കൃത്യമായ ഇടവേളകളിൽ നൽകാനായിട്ട് സംവിധായകന് സാധിച്ചിട്ടുണ്ട്. സാങ്കേതിക വശങ്ങൾ നോക്കുവാണെങ്കിൽ ഛായാഗ്രഹണം മെൽബിൻ കുരിശിങ്കലാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഒരുക്കിയ ദൃശ്യങ്ങൾ സിനിമയുടെ മൂഡിനോട് തന്നെ ചേർന്ന് നിൽക്കുന്നു. സംഗീതം നോക്കുവാണെങ്കിൽ സ്റ്റിൽജു അർജുൻ ഒരുക്കിയ പാട്ടുകൾ കേൾക്കാൻ വളരെ ഇമ്പമുള്ളതാണ്. പശ്ചാത്തല സംഗീതം സിബി മാത്യു അലക്സ് ആണ്. അത് ത്രില്ലർ രംഗങ്ങൾക്ക് ആവേശം പകരുന്നുണ്ട്. എഡിറ്റിംഗ് സുനീഷ് സെബാസ്റ്റ്യനാണ്. എഡിറ്റിംഗ് സിനിമയുടെ ഒഴുക്ക് സുഗമമാക്കിയിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ നിലവാരം കോമഡി മികച്ചതായിരുന്നു. കഥ വളരെ ലളിതമാണ്, എന്നാൽ ആകാംക്ഷാഭരിതമാണ്. അഭിനയമൊക്കെ നോക്കുവാണെങ്കിൽ സ്വാഭാവികമാണ്. തിയേറ്റർ അനുഭവം പറയുവാണെങ്കിൽ ഒരു കംപ്ലീറ്റ് ഫാമിലി വൈബ് ഈ സിനിമയ്ക്കുണ്ട്. ചിരിക്കാൻ വകയുള്ള ഒട്ടേറെ രംഗങ്ങളാണ് ഈ സിനിമയ്ക്കുള്ളത്. സൗഹൃദത്തിൻ്റെ തീവ്രത മനോഹരമായി ആവിഷ്കരിച്ചിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന ഒരു പടമാണ്. പോരായ്മകൾ നോക്കുവാണെങ്കിൽ ചിലയിടങ്ങളിൽ കഥാപരിസരം പ്രവചനാതീതമായി തോന്നിയേക്കാം. രണ്ടാം പകുതിയിലെ രംഗങ്ങൾ വലിച്ചുനീട്ടൽ വല്ലാതെ അനുഭവപ്പെടുന്നുണ്ട്. മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ടെൻഷൻ ഇല്ലാതെ കുടുംബത്തോടൊപ്പം തിയേറ്ററിൽ പോയി ചിരിക്കാനും ആസ്വദിക്കാനും ആഗ്രഹിക്കുന്നവർക്ക് ശുക്രൻ ഒരു നല്ല തിരഞ്ഞെടുപ്പാണ്. നിങ്ങൾ ഇതിൽ ഏത് പടമാണ് കണ്ടത് അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്നത്? തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പടം രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്ന ചിത്രം ഏതെന്ന് രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തയാഴ്ച പുതിയ വിശേഷങ്ങളുമായി കാണുന്നതുവരെ ദിസ് ഈസ് പ്രവീൺ ശ്രീതങ്കം. ടേക്ക് കെയർ. ബൈ ബൈ.